ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് the changes which occurred in the current accounts as a result of flow of fund are reflected in a statement known as schedule of changes in working capital. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിലുള്ള കറണ്ട് അസറ്റിൻ്റെ മാറ്റങ്ങൾ, അതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും, രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ടും. ഫണ്ടിൻ്റെ സോഴ്സ്, എവിടെ നിന്നാണ് ഫണ്ട് വന്നത്, നമ്മൾ എവിടെയാണ് ഫണ്ട് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ്. അത് നോൺ കറണ്ട് അസറ്റുകളായിരിക്കും. അപ്പോൾ കറണ്ട് അസറ്റിലും കറണ്ട് ലാബിലിറ്റീസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ നോക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ വൃത്തിയിൽ വരച്ച് തന്നെ നോക്കുക. ഒരു 3-4 പ്രാവശ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമാറ്റ് ഒന്ന് വരച്ച് നോക്കാം. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കറണ്ട് അസറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ കറണ്ട് ലാബിലിറ്റീസും ഉണ്ടാവും. കറണ്ട് അസറ്റ് നിങ്ങൾക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അഡ്വാൻസ് പേയ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. ഇവിടെ ടോട്ടൽ കിട്ടും, ഇവിടെ ടോട്ടൽ കിട്ടും. ഇവിടെ കിട്ടുന്ന ടോട്ടൽ പ്രീവിയസ് ഇയറിലെ എമൗണ്ട്, ഇവിടെ കിട്ടുന്ന ടോട്ടൽ കറണ്ട് ഇയറിലുള്ള എമൗണ്ട്. ഇനി നോക്കാം, കറണ്ട് ലാബിലിറ്റീസിൻ്റെ അകത്ത് ഷോർട്ട് ടേം ലോണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രീവിയസ് ഇയറിലുള്ള കറണ്ട് ലാബിലിറ്റീസിൻ്റെ ടോട്ടൽ കിട്ടും, കറണ്ട് ഇയറിലുള്ള കറണ്ട് ലാബിലിറ്റീസിൻ്റെ ടോട്ടൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ A-B, ഇതാണ് എ. ടോട്ടൽ കറണ്ട് അസറ്റ് നിങ്ങൾക്ക് കറണ്ട് ലാബിലിറ്റി, ടോട്ടൽ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് 4ാമത്തെ കോളത്തിൽ ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതായത് കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ, പ്രീവിയസ് ഇയറിനെ കറണ്ട് ഇയറിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. ഇപ്പോൾ കറണ്ട് അസറ്റ് ക്യാഷ് 2000 ഉണ്ടെന്ന് വിചാരിക്കാം പ്രീവിയസ് ഇയറിൽ, കറണ്ട് ഇയറിൽ 3000 ഉണ്ടെങ്കിൽ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. എത്രയാണോ ഇൻക്രീസ് അതിവിടെ ഇടാം, 1000. അതിന് ക്യാഷ് ഇൻ സ്റ്റോക്ക് ഒരു 3000 ഉണ്ടെന്ന് വിചാരിക്കാം പ്രീവിയസ് ഇയറിൽ, കറണ്ട് ഇയറിൽ ഒരു 1000 ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് കുറഞ്ഞു. പ്രീവിയസ് ഇയറിനെ കറണ്ട് ഇയറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? കറണ്ട് അസറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. എത്രയാണ് ഡിക്രീസ് എന്നുള്ളത് ഡിക്രീസിൻ്റെ കോളത്തിൽ എഴുതും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഐറ്റംസ് എഴുതാനൊരു കോളം, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, ഇൻക്രീസ്, ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ, 2, 3, 4, 5 കോളം വേണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു. കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. ഇനി കറണ്ട് ലാബിലിറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് കറണ്ട് ലാബിലിറ്റീസ്. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഷോർട്ട് ടേം ലോണ് 3000 ആണെന്ന് വിചാരിക്കാം പ്രീവിയസ് ഇയറിൽ, കറണ്ട് ഇയറിൽ ഒരു 2000 ഉള്ളൂ. അപ്പോൾ കറണ്ട് ലാബിലിറ്റീസ് കുറഞ്ഞു. പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലാബിലിറ്റീസ് കുറഞ്ഞു.
കുറയാണെങ്കിൽ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക 1000. ഇനി ക്രെഡിറ്റേഴ്സ് നോക്കാം. ക്രെഡിറ്റേഴ്സ് ഒരു 6000 ഉണ്ടെന്ന് വിചാരിക്കാം. 6000 ആണ്. 6000 ഉണ്ടെന്ന് വിചാരിക്കുക. കറണ്ട് ഇയറിൽ ഒരു 5000 ഒരു 8000 ഉണ്ടെന്ന് വിചാരിക്കുക. 8000. അപ്പോൾ കറണ്ട് ലാബിലിറ്റി കൂടി. കറണ്ട് ലാബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, ഡിക്രീസ് ആയിരിക്കും. എത്ര? 2000. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. കറണ്ട് ഇയറിലുള്ളത് ഇവിടെ A-B എന്ന് കാണാം. ഇതാണ്. എന്ന് B കുറക്കുക. ഇവിടെ ഒരു എമൗണ്ട് കിട്ടും നിങ്ങൾക്ക്. ഒരു 5000 കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെയും Aയും Bയും ഉണ്ട്. അവിടെ നിങ്ങൾക്കൊരു 6000 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് 1000. ആ 1000 ഇവിടെ ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ റൂളും കൂടി ഒന്ന് നോക്കി വെക്കാം. ദ ഫോളോയിങ് റൂൾസ് മേ ബി അപ്ലൈഡ് ടു കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഫോർ പ്രിപ്പയറിംഗ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസിങ് കറണ്ട് അസറ്റ് ആണെങ്കിൽ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഡിക്രീസിങ് കറണ്ട് അസറ്റ് ആണെങ്കിൽ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ലയബിലിറ്റീസിൻ്റെത്. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആയിരിക്കും. കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിരിക്കും. അത് ഓർമ്മിച്ചാൽ വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാന റൂൾസ്. ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പ്രോബ്ലം ഞാൻ സെലക്ട് ചെയ്താണ്. നോക്കുക. 2000 കുറച്ച് പാക്കുകളാണ്. 2012, 2013 ആക്കിക്കോ. 2012, 2013 ഇയർ പ്രശ്നമായിട്ട് നോക്കാം. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നു പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നിങ്ങൾ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് അസറ്റ്, കറണ്ട് അസറ്റുകൾ നോക്കുക. കറണ്ട് അസറ്റ് നിങ്ങൾക്കാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, മിഷനറി ബിൽഡിങ്ങും ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഈ 3 കറണ്ട് അസറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി നോക്കാം അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയാൽ മതി. 4000 9000 ആയി ഇൻക്രീസ് ആണ്. 5000 ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ 5000 നിങ്ങൾ ഇൻക്രീസ് കോളത്തിൻ്റെ അകത്ത് കാണിക്കണം. ഡെപ്റ്റേഴ്സ് 16,500 ആണ്. 19,500 ആയി. അപ്പം 3000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസിൻ്റെ കോളത്തിൽ 3000 കാണിക്കാം. സ്റ്റോക്ക് 9,000 7,000 ആയി. അപ്പോൾ കറണ്ട് അസറ്റ് കുറഞ്ഞു അല്ലേ. 9,000 7,000 ആകുമ്പോൾ 2,000 കുറഞ്ഞു. അത് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണിക്കും. ഇനി എടുക്കാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഏതാ? കറണ്ട് ലാബിലിറ്റീസാണ്. കറണ്ട് ലാബിലിറ്റീസ് ഏതാ ഇവിടെ ഉള്ളത്? സൺട്രി ക്രെഡിറ്റേഴ്സോ ലോങ് ടേം ലോൺ എടുക്കില്ല. ആകെ ഒരു കറണ്ട് ലാബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ലോങ് ടേം ലാബിലിറ്റീസാണ്. കറണ്ട് ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അത് 9,000 ആണ് പ്രീവിയസ് ഇയറിൽ. കറണ്ട് ഇയറിൽ 5,000 ആയി. അപ്പോൾ എന്തോ കറണ്ട് ലാബിലിറ്റീസ് കുറഞ്ഞു. എത്ര കുറഞ്ഞു? 4,000 കുറഞ്ഞു. 4,000 കുറയാന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് പ്രീവിയസ് ഇയറിൽ 4,000, കറണ്ട് ഇയറിൽ 9,000. അപ്പോൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ 5,000. സൺട്രി ഡെപ്റ്റേഴ്സ് 16,500, 9,500. അപ്പോൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ 3,000. സ്റ്റോക്ക് 9,000 7,000 ആയി. 2,000 ഡിക്രീസായി. അപ്പോൾ ടോട്ടൽ ചെയ്യാം. ഇതാണ് ടോട്ടൽ എ, പ്രീവിയസ് ഇയറിൻ്റെതും കറണ്ട് ഇയറിൻ്റെതും. സൺഡേ ക്രെഡിറ്റേഴ്സ് 9,000 ഉള്ളത് 5,000 ആയി. അപ്പോൾ
4000 ഡിക്രീസായി കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ, അതാണ് ടോട്ടൽ ബി എന്ന് പറയുന്നത്, 5000 9000. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എ എന്ന് ബി മൈനസ് ചെയ്യണം. ഇതാണ് എ, നോക്കാം, ഇതാണ് എ, ഇത് ബി ആണ്. എ എന്ന് ബി മൈനസ് ചെയ്യുക. 29,500 9,000 കുറച്ചാൽ 20,500 കിട്ടും. ഇനി കറണ്ട് ഇയറിലുള്ളത് 35,500, 5,000 30,500. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുക, 20,500 നിന്ന് 30,500 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്. എത്ര, 10,000. അപ്പോൾ 10,000 വിടുക, ഇതാണ് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആഡ് ചെയ്താൽ 30,500 കിട്ടും. രണ്ടും ആഡ് ചെയ്താൽ 30,500. ഇനി ഇൻക്രീസിൻ്റെ കോളത്തിൽ നിങ്ങൾ 12,000 എന്ന് ഇടുക. ഇൻക്രീസാണ് കൂടുതലുള്ളത്. 5 3 8 4 12,000. ഇപ്പോൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഡിക്രീസിൻ്റെ കോളത്തിൽ 2,000 ഉള്ളൂ. അപ്പോൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ നേരെ 10,000 ഇൻക്രീസ് ചെയ്തത് കാണിക്കുക, അതിൻ്റെ ടോട്ടലാണ്. അപ്പോൾ 12,000. ഇതാണ്, വളരെ സിമ്പിളാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണ രീതിയിൽ എസ് എ ടൈപ്പ് ആണെങ്കിൽ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. അതെല്ലാം 4 മാർക്കിനാണെങ്കിൽ 4 മാർക്കിന് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.